കണ്ണൂരിൽ ട്രെയിനിന് നേരെ കല്ലേറ്. യാത്രക്കാരന് പരിക്കേറ്റുവെന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുന്നു കണ്ണൂരിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഏത് ട്രെയിനാണ് കല്ലെറിഞ്ഞത്? യാത്രക്കാരന് എങ്ങനെയാണ് പരിക്ക് പറ്റിയത്? പരിക്ക് സാരമാണോ? ഇന്നലെ രാത്രി 10:30 ട്രെയിനിന് നേരെ കല്ലേറുണ്ടായത്. കണ്ണൂർ യശ്വന്ത്പൂർ വീക്ക്ലി എക്സ്പ്രസിന് നേരെയാണ് ആ കല്ലേറ് ഉണ്ടായിട്ടുള്ളത്. ആ ട്രെയിൻ രാത്രി 10:05 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്നത്. 10:30 ഈ ആക്രമണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിലാണ് ഈ കല്ലേറ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് നമുക്കിപ്പോൾ റെയിൽവേ പോലീസിൽ നിന്നും RPF നിന്നും ലഭിക്കുന്ന വിവരം. അതിലൊരു യാത്രക്കാരന് ഈ കല്ലേറിൽ പരിക്കേറ്റിട്ടുണ്ട്. S7 കോച്ചിൽ, സ്ലീപ്പർ കോച്ചാണ്, അതിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു യാത്രക്കാരന്റെ മുഖത്താണ് പരിക്കേറ്റിട്ടുള്ളത്. കല്ല് വന്ന് പതിച്ചത് ഈ യാത്രക്കാരന്റെ ദേഹത്താണ്. ആ യാത്രക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായ പരിക്കല്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ രാത്രി തന്നെ യാത്രക്കാരൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ ട്രെയിൻ അതിനുശേഷം തലശ്ശേരി എത്തി ഒരു പ്രാഥമിക പരിശോധനയൊക്കെ നടത്തി. പിന്നീട് ഈ ട്രെയിനിന്റെ യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് RPF അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കണ്ണൂരിൽ ട്രെയിനിന് നേരെ വീണ്ടും ഇങ്ങനെ കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഒട്ടനവധി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തലശ്ശേരിക്കും വളപട്ടണം സ്റ്റേഷനുമിടയിൽ ഉൾപ്പെടെ, അതോടൊപ്പം കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ ഉൾപ്പെടെ ഇങ്ങനെ കല്ലെറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് അത്തരം സംഭവങ്ങൾ കണ്ണൂർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ട്രെയിനിന് നേരെ ഇപ്പോൾ കല്ലേറുണ്ടായിരിക്കുകയാണ്. RPF ഇതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ പൂപ്പറമ്പ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.